ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സുമി ടേസ്റ്റി കിച്ചൻ. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കണു എന്ന് കരുതുന്നു. ഇന്ന് നല്ല സൂപ്പറായിട്ടുള്ള ഒരു ചക്കയുടെ അല്ലെങ്കിൽ നമ്മുടെ കുമ്പിളപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നല്ല വരിക്ക ചക്കയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിന് നമ്മുടെ വീട്ടിലുള്ള 1-2 ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെയാണ് ഉണ്ടാക്കുന്നത്. ചക്ക ഞാൻ വൃത്തിയാക്കി 2 വിസിൽ കുക്കറിൽ വേവിച്ച് തണുത്ത ശേഷം മിക്സിയിൽ അടിച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ് ഈ ബൗളിലുള്ളത്. അപ്പോൾ ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒപ്പം ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഇനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്നുള്ളത് നോക്കാം. ആദ്യം വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചക്ക, ആവശ്യത്തിനുള്ള അരിപ്പൊടി, ശർക്കര, ഒരു 1/4 ഭാഗം ചെറുകിയ തേങ്ങ, പിന്നെ ഏലക്ക പൊടിച്ചത്, അതിനുശേഷം 2 ടീസ്പൂൺ നെയ്യ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ചക്കയുടെ ഉണ്ടാക്കാൻ വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്. പിന്നെ ഇല എടുക്കുന്നത് ഞാൻ വാഴയില എടുക്കുന്നുണ്ട്, ഇടനയില എടുക്കുന്നുണ്ട്. ഇത് വീട്ടിൽ തന്നെയുള്ള ഇലയാണ്. ഇതിന് നല്ലൊരു മണവും നല്ലൊരു ഇതൊക്കെയാണ്. ഇല ഇല്ലാത്തപ്പോൾ വാഴയിലയിലും ഞങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ആദ്യം ഇതിന് വേണ്ടത് അടിയുള്ള ഒരു ബൗൾ എടുക്കുക. അത്യാവശ്യം അടിയുള്ള ഒരു ബൗൾ എടുക്കുക. ആ ബൗളിലേക്ക് നമ്മൾ മിക്സിയിൽ അടിച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് രൂപത്തിലാക്കി വെച്ചിരിക്കുന്ന ഈ ചക്ക ഇതിലോട്ട് ചേർക്കുക. അപ്പോൾ അത് ഫുള്ളായിട്ട് തന്നെ നമ്മൾ ചേർക്കുകയാണ്. ഫുള്ളായിട്ട് ആ ബൗളിലോട്ട് ഇടുക. എന്നിട്ട് വേണം നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിലിട്ട് തന്നെ നമുക്ക് കൂട്ടി യോജിപ്പിക്കേണ്ട. അപ്പോൾ ഒരു അത്യാവശ്യം വലിയ കഷ്ണം ശർക്കര ചിരകിയത് ചീണ്ടിയെടുത്ത് ഞാൻ വെച്ചേക്കുകയാണ്. മറയൂർ ശർക്കരയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ വലിയ വേസ്റ്റൊന്നും ഉണ്ടാകാറില്ല. ഫുള്ള് ഇടുന്നില്ല കേട്ടോ, ഒരു 1/4 ഭാഗത്തോളമാണ് ഞാൻ ഇടുന്നത്. എന്നിട്ട് അത് ചക്കയുമായിട്ട് നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ചെടുക്കുക. അത്യാവശ്യം നമുക്ക് പെട്ടെന്ന് തന്നെ കൂട്ടി യോജിപ്പിക്കാൻ പറ്റും. കാര്യം എന്ന് വെച്ചാൽ ഒത്തിരി വലിയ കഷ്ണങ്ങളൊന്നുമില്ല, ചെറുകി ഇട്ടേക്കുന്ന പോലെയാണ് ഞാൻ ശർക്കര എടുത്തേക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് നന്നായിട്ട് മിക്സായി വന്നോളും. അപ്പോൾ ശർക്കരയും ചക്കയും നന്നായിട്ട് ഇവിടെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കൂട്ടി യോജിപ്പിക്കുന്നതിലേക്ക് ഇനി അത്യാവശ്യം കുറച്ച് മധുരം കൂടെ എനിക്ക് വേണ്ടതായിട്ട് തോന്നിയത് കൊണ്ട് ബാക്കി ഇരുന്ന ശർക്കരയും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. കാര്യം നമ്മൾ അരിപ്പൊടിയൊക്കെ ഇടുന്ന ടൈമിൽ മധുരം തീരെ കുറഞ്ഞാലും കൊള്ളത്തില്ലല്ലോ. ചക്കയ്ക്ക് മധുരമുണ്ട്, എന്നാലും ഇത്രയും കൂടെ ഇട്ടാലേ നമുക്കത് കറക്റ്റായി ബാലൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ബാക്കി ഇരുന്ന ശർക്കരയും കൂടെ ഞാൻ ഇതിലോട്ട് കൂട്ടി യോജിപ്പിക്കുകയാണ്. അപ്പോൾ അതും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി ശർക്കര അലിയിപ്പിച്ച് എടുക്കുക. അത്യാവശ്യം ഒരു 2 സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്ക് അലിയിപ്പിച്ചെടുക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ അലിഞ്ഞ് വരും. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന ഏലക്ക, ഞാൻ പഞ്ചസാര ശകലം ഇട്ട് ഏലക്ക പൊടിച്ചേക്കുന്ന പെട്ടെന്ന് പൊടിഞ്ഞു വരാൻ വേണ്ടിയിട്ട് ഇതും കൂടെ ഇട്ട് നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ നല്ലൊരു ചക്കയുടെ നല്ലൊരു മണം കേട്ടോ വരുന്നത്. ഇതിലേക്ക് നമ്മൾ ചിരകി വെച്ചേക്കുന്ന തേങ്ങ അരമുറിയും പിന്നെ ഒരു 1/4 ഭാഗം, അങ്ങനെ 1/4 ഭാഗത്തോളം, ഒരു തേങ്ങയുടെ 1/4 ഭാഗമാണ് ഞാൻ ചിരകി വെച്ചിരിക്കുന്നത്. ഇതും കൂടെ ഇട്ട് നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ച് എടുക്കുക. വളരെ സിമ്പിളാണ്, ഒത്തിരി വലിയ റിസ്ക്കുള്ള പണിയൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു അപ്പമാണ് ചക്കയുടെ. അപ്പോൾ ശർക്കരയും ചക്കയും ഏലക്കപ്പൊടിയും തേങ്ങയും ഒക്കെ ഇട്ട് നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ച് ഇളക്കി വയ്ക്കുക. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2 നുള്ള് മതിയും ഉപ്പും കൂടി ഇതിലോട്ട് ചേർത്ത് നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ച് എടുക്കുക കേട്ടോ. ഏകദേശം നമുക്കൊരു വെള്ളമൊക്കെ കൂടി പോയതുപോലെയൊക്കെ തോന്നും. കാര്യം പേടിക്കേണ്ട കേട്ടോ, നമ്മൾ പാകത്തിനുള്ള അരിപ്പൊടിയൊക്കെ ഇടുമ്പോൾ അത് കറക്റ്റ് കൺസിസ്റ്റൻസിയിലായിട്ട് ആയി വന്നോളൂ. ഇനി 2 ടീസ്പൂൺ നെയ്യാണ് ഞാൻ എടുക്കുന്നത്. നമുക്ക് നെയ്യുടെ അളവ് വേണമെങ്കിൽ കൂട്ടുകയും ചെയ്യാം, വേണമെങ്കിൽ കുറയ്ക്കണമെങ്കിലും കുറയ്ക്കാം. നെയ്യുടെയൊക്കെ ഒരു മണം ഉണ്ടെങ്കിലേ നല്ലൊരു ഫ്ലേവർ, നല്ലൊരു ഇതൊക്കെ വരത്തുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ 2 ടീസ്പൂണാണ് ഇടുന്നത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ച് എടുക്കുക. ഇപ്പോൾ ശർക്കരയൊക്കെ അത്യാവശ്യം നന്നായിട്ട് ചക്കയിൽ അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഇതൊന്ന് കട്ടിയാകാൻ പാകത്തിനുള്ള അരിപ്പൊടിയാണ്. ഞാനിപ്പോൾ അരിപ്പൊടി ഒരു അളവൊന്നുമില്ല, നമുക്കിത് കുഴയ്ക്കുന്ന അനുസരിച്ചിട്ടാണ് അരിപ്പൊടി നമ്മൾ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ആ എടുത്തു വെച്ചിരിക്കുന്ന തവിയിൽ 3 തവിയാണ് ഇതിലിട്ടേക്കുന്നത്. അത്യാവശ്യം ഒന്ന് കൈ കൊണ്ട് നമുക്ക് കൈ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് കൈ കൊണ്ട് വേണമെങ്കിലും കൂട്ടി യോജിപ്പിക്കാം. ഞാനിപ്പോൾ ഈ സ്റ്റിക്ക് വെച്ചിട്ട് തന്നെയാണ് കൂട്ടി യോജിപ്പിക്കുന്നത്. അപ്പോൾ നമ്മളിത് കുഴച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ നമുക്ക് അതിൻ്റെ തിക്നെസ് നോക്കിയാണ് പൊടി ഇട്ട്
കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു ലേശം പൊടിയും കൂടെ ഇടണം. കാര്യം മറ്റേ നമുക്കൊന്ന് ഉരുട്ടി ചെറിയൊരു ബോൾ പോലെയുള്ള ഒരു അത്രയും ഇല്ലെങ്കിൽ നമ്മൾ ചപ്പാത്തി ഇടുന്നു അത്രയും വരണ്ട, ഇല്ലെങ്കിലും ഒരു ഇത്തിരി ബോണ്ടൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ കുറച്ച് പൊടിയും കൂടെ ഒരു 1.5 എടുത്ത് വെച്ചിരിക്കുന്നതിൽ 1.5 സ്പൂണും കൂടെ പൊടിയിട്ട് ഏകദേശം ഈ ഒരു തിക്നെസ് ഇതാണ് വേണ്ടത് നമുക്ക്. എന്നാൽ മാത്രമേ ഇലയിലോട്ട് നമുക്ക് കുമ്പിൾ കൂട്ടി വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഏകദേശം നമ്മുടെ മാവ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ചക്കയും അരിപ്പൊടിയും കൂടെ ചേർത്ത് എല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് കയ്യിൽ ലേശം നെയ്യ് തൂവുക. നെയ്യ് തൂകുമ്പോൾ നമ്മുടെ കയ്യിൽ മാവൊന്നും എടുക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നെയ്യ് തൂകണത്. കയ്യിൽ നെയ്യ് തൂകിയിട്ട് നമ്മൾ ഇല എടുക്കുക. ഇല എടുത്തിട്ട് ഇല നമുക്ക് ഫോൾഡ് ചെയ്ത് എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ആ ഇലയുടെ ഈ എൻഡ് നമ്മൾ ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് വെച്ച് ഒന്ന് റോൾ ചെയ്ത് അകത്തോട്ട് വയ്ക്കുക. എന്നിട്ട് ആ ഞെട്ടുള്ള ഭാഗം ഈ സൈഡിലും വരിക. എന്നിട്ട് ഒരു ബോൾ, ചെറിയൊരു ബോൾ വലുപ്പത്തിൻ്റെ മാവ് എടുക്കുക. എടുത്ത് അതിനകത്തോട്ട് വെച്ച് അതിൻ്റെ ആ ഞെട്ട് ഭാഗം ഇപ്പുറത്തോട്ട് കുത്തി വയ്ക്കും. അങ്ങനെയാണ് എടുക്കേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ഇഡ്ഡലി തട്ടോ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റീമറോ വെള്ളം വെച്ച് നന്നായിട്ട് ചൂടായ ശേഷം മാത്രമേ നമ്മൾ ഓരോ അടയും ഉണ്ടാക്കി ഇതിലോട്ട് വയ്ക്കാവൂ. അതാണ്, അല്ലെങ്കിൽ അതിൻ്റെ മാവ് ഇതായി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാ അടയും റോളാക്കി ഞാൻ വെച്ചു. ഒരു 20 മുതൽ 25 മിനിറ്റ് വരെ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഈ അട വേവിക്കേണ്ടത്. ഇപ്പോൾ നല്ലൊരു മണമൊക്കെ ആയിട്ടോ വരുന്നത്. ആ ഇലയുടെയും പിന്നെ ചക്കയുടെയൊക്കെ നല്ലൊരു മണം കയറി വരുന്നുണ്ട്. അപ്പോൾ എന്ത് എളുപ്പത്തിനാണ് നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള ചക്കയുടെ ഇവിടെ തയ്യാറാക്കിയത്. വാഴയിലയിൽ വേണമെങ്കിൽ നമുക്കുണ്ടാക്കാം. അപ്പോൾ നല്ല സൂപ്പറായിട്ടുള്ള നമ്മുടെ മക്കൾക്കും മുതിർന്നവർക്കും കൊടുക്കാൻ പറ്റിയ സൂപ്പറായിട്ടുള്ള ചക്കയുടെ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഞാൻ ഒരിട കാണിച്ചു തരാം കേട്ടോ. നല്ല സോഫ്റ്റാണ്, ഭയങ്കര ചൂടാ എങ്കിലും നോക്കിയേ, നല്ല സോഫ്റ്റാണ്, ഒത്തിരി ഹാർഡായിട്ടൊന്നുമില്ല. നോക്കിയേ, നല്ല സോഫ്റ്റായിട്ട് ഇരിപ്പുണ്ട്. നമുക്ക് തൊട്ട് നോക്കുമ്പോൾ അതറിയാൻ പറ്റും. ഞാൻ ഒരെണ്ണം ഒടിച്ച് കാണിച്ചു തരാം. എന്ത് രസമാണെന്ന് നോക്കിയേ, നല്ല ഭംഗിയല്ലേ കാണാനും തിന്നാനും അതുപോലെ തന്നെ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒപ്പം ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഇനേബിൾ ചെയ്യുക. താങ്ക് യു.